മോർണിംഗ് വ്ളോഗ്സിലോട്ട് അപ്പം എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മൾ രാവിലെ ഒന്നല്ല 8 മണിയൊക്കെ ആവട്ടായി. ഇപ്പം ഓഫീസിൽ പോകാനായിട്ടുള്ള തിക്കും തിരക്കുകളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചോറ് വെക്കണം, കറി വെക്കണം. കാലത്തൊന്നും തന്നെ ഇങ്ങനെ കണ്ട വെയിലടിക്കോട്ടാ അടുക്കളയിലോട്ട്. മുഖത്ത് ഞാൻ വെയിലിങ്ങനെ അടിച്ചു നിൽക്കുമ്പോൾ നല്ല സുഖം. ചെറിയൊരു ലാഗ് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കും, വ്ളോഗ് ഇന്ന് എടുക്കണോ പിന്നെ എടുക്കണോ, ആരെങ്കിലും ഇതിനിടയിൽ വരുമോ, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ചിന്തകൾ. പിന്നെ ഞാനങ്ങനെ ഓർത്തേ പിന്നെ ചെയ്യാം, നമ്മളൊരു ലക്ഷ്യത്തിലെത്തണ്ടേ. അതിന് നമ്മൾക്ക് ഈ അടുക്കളയിൽ കടന്ന് യുദ്ധം പെട്ടുന്നത് മാത്രം എടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ഉള്ളൂ എൻ്റെ മുമ്പിൽ. അതുകൊണ്ട് പിന്നെ ഓർത്തേ ചെയ്യാം. അപ്പം നമ്മൾ രാവിലെ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി ചെമ്മീനിരിപ്പുണ്ട്, ഇത്തിരി മുട്ടയും ഇരിപ്പുണ്ട്. അപ്പം അത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു ഡിഷ് ഞാനിപ്പം ഇന്ന് കണ്ടുപിടിക്കും കേട്ടോ. അപ്പം ഇന്നലെ രാത്രി ഞാൻ കഴുകി വെച്ചേക്കണ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വാലി അവിടെ പോയി ഇരിപ്പുണ്ട് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ആ ഒരു ഡിഷ് വാഷർ. വെള്ളം ഒന്നും ഇപ്പം സ്ലാബിൻ്റെ അല്ലെ കൂടെയൊക്കെ ഒന്ന് ഒഴുകി വന്ന് താഴോട്ട് വീഴുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് വെള്ളമൊക്കെ സിങ്കിലോട്ട് തന്നെ വീണോളൂ. അപ്പോൾ നമ്മൾ ആ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി ചായച്ചൊക്കെ ഒതുക്കിയൊക്കെ വെക്കണേ കേട്ടോ. ഇനി കുറച്ച് ഉള്ളിയും സവാളയൊക്കെ തൊണ്ടളയണോട്ടോ നമുക്ക് ഇനി ഇപ്പം കറിക്കുള്ളത് കറികൾക്ക് വേണ്ടിയിട്ട്. അതിനിടയിൽ ഞാൻ ചായക്ക് പാലൊക്കെ പൊട്ടിച്ചിട്ട് അത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളക്കുമ്പോഴേക്കും നമുക്ക് ഉള്ളി സവാളയൊക്കെ ഒന്ന് കൃത്യമാക്കിയൊക്കെ എടുക്കാം. ഞായറാഴ്ച ഒരു ദിവസത്തെ ഒഴിവും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ തിങ്കളാഴ്ച പോകാനായിട്ട് ഒരു ഇത്തിരി മടിയാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ അങ്ങോട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനാണ് ഒരു ബുദ്ധിമുട്ട്. എന്നായാലും നമുക്ക് പോകണം. നമുക്ക് എന്തായാലും ഒരു കയ്യിലൊരു ജോലി ഉള്ളത് അതെന്നും നല്ലൊരു ഇതെന്ന് പറയണ വലിയൊരു സംഭവം തന്നെയാണ് ഒരു ജോലി ഉണ്ടെന്ന് പറയുന്നത്. കുറേ യൂട്യൂബർമാരെയൊക്കെ കണ്ടിട്ടുണ്ട് ജോലി ഇല്ലാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണതാണ് ഏറ്റവും സുഖം. വീട്ടിലിരുന്ന് കാശിൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് അത് കിട്ടിയിരിക്കും. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും. അത് കിട്ടുമ്പോൾ അത് വേറൊരു ഇൻകം. പക്ഷെ നമുക്ക് പഠിച്ച് കിട്ടിയേക്കണ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതെന്നും നമ്മുടെ കയ്യിലൊരു മുതൽക്കൂട്ടായിരിക്കും ഇല്ലേ. ഞാൻ ആരെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് ഓർത്തിട്ട് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞത് അതൊരു എൻ്റർടൈൻമെൻറ്റിന് മാത്രമായിട്ട് കാണാം. അത് ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് അതൊരു സൈഡിൽ കൂടി കൊണ്ടുപോകാം. ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിലത്തെ തിരക്കുകളുണ്ട്, അതിനിടയിൽ കൂടി ഞാനതെൻ്റെ ഒരു ഇഷ്ടം പോലെ എൻ്റെ ഒരു സന്തോഷം, ഞാൻ സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ യൂട്യൂബ്. അത് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷം. ആ ഇൻകം കിട്ടുന്നതിനകത്തു നിന്നൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഡ്രീമുകളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ കാര്യങ്ങളെന്നല്ല എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ കുറേ പേരെയൊക്കെ സഹായിക്കണം എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതൊക്കെ വഴിയെ നമ്മൾക്ക് ഒരു ഇൻകം കിട്ടി തുടങ്ങി കഴിയുമ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെയെങ്കിലും സ്ട്രഗിൾ എടുത്തിട്ടായാലും ബുദ്ധിമുട്ടിയായാലും ഒരു ജോലി കിട്ടാനായിട്ടുള്ളൊരു വഴിയാണ് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്. പ്രയോറിറ്റി മാറ്റി തന്നെയായിരിക്കും കേട്ടോ. ജോലിക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഒരു കല്യാണമൊക്കെ കഴിച്ചിങ്ങോട്ട് പോയി പിന്നെ കെട്ടിയാൽ നോക്കിക്കോളെന്നൊക്കെ പറഞ്ഞാൽ അത് 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഉണ്ടാവും ആ ഒരു നമ്മളെ കൊണ്ടുനടക്കണം കാര്യങ്ങളൊക്കെ. നമുക്ക് സ്വന്തമായിട്ടൊരു 10 കാശ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിക്കോട്ടെ, നമ്മുടെ വീട്ടിലോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിക്കോട്ടെ, എന്തിനാ അപ്പം നമുക്കൊരു പിടിവള്ളിയാണ് നമ്മുടെ കയ്യിൽ കാശ് ഇങ്ങനെ കിട്ടുമ്പോൾ. എനിക്കിപ്പോൾ ഈ സാലറി കിട്ടണതുകൊണ്ട് തന്നെ എനിക്കതിനൊരു നാണക്കേടുമില്ല കേട്ടോ പറയണത് കൊണ്ട്. എൻ്റെ ഹസ്ബൻഡിനായാലും ഒരുപാട് എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. ആള് അത്ര സ്ട്രഗിളൊക്കെ എടുത്തിട്ടാണ് എന്നെ പഠിപ്പിച്ച് ഇന്ന് ഞാനൊരു സിവിൽ എഞ്ചിനീയറായിട്ടൊക്കെ ഞാനിങ്ങനെ നിൽക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ നല്ലോണം ഉണ്ട് എൻ്റെ പുറയിൽ. രാപ്പകലില്ലാണ്ടൊക്കെ എനിക്ക് ഫീസ് അടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ അടുത്ത പ്രയത്നിച്ചതിനൊക്കെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലോണം എക്സാമൊക്കെ എഴുതി ജയിച്ച് പറഞ്ഞ നേരം കൊണ്ടൊക്കെ ഈ ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിനെ ആരെങ്കിലും നോക്കാൻ വേണം. അതാണ് ഏറ്റവും ഒരു വലിയൊരു കടമ്പയെന്ന് പറഞ്ഞത്. ആ ഒരു സമയത്തും ഞാൻ പകച്ചു നിന്ന സമയങ്ങളുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കുഞ്ഞാണ്, ആ കുഞ്ഞിനെ വിട്ടുകൊണ്ട് പഠിച്ച് എങ്ങനെ പോകും, ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത.
പക്ഷെ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കരുത് എല്ലാത്തിലും എന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടണതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞ് കാട് കയറി എങ്ങാടൊക്കെ പോയല്ലേ. ഇങ്ങനെ കഞ്ഞി വെക്കണ്ട്, കറി വെക്കണം, ഞാനിങ്ങനെ ചെമ്മീനോളത്ത് അതൊക്കെ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിന്ന് വഴിമാറി സഞ്ചരിച്ചത്. ഇങ്ങനെ ഇത് പറയണ കേൾക്കാനായിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പഴയ കഥകളും കഴിഞ്ഞു പോയ എൻ്റെ കുറേ ജീവിതത്തിലെ അനുഭവങ്ങളും അങ്ങനെ ഞാനിനി അടുത്ത വീഡിയോയിലൊക്കെ ഇങ്ങനെ ലോങ് വീഡിയോയിലോടുകൂടി എൻ്റെ കഥകളൊക്കെ ഞാൻ പറയാം. അത് കേൾക്കാൻ താല്പര്യമുണ്ട്, കേൾക്കണവർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ പറയാം. അപ്പം ഞാൻ ഓരോരോ കഥകൾ ഇങ്ങനെ പറയാം. അപ്പോൾ കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറീസുകൾ ഇങ്ങനെ കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചോദിച്ചു. നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ എൻ്റെ സംബന്ധിച്ചുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കപ്പോൾ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു തന്ന പോലെ ഞാനത് പറയാം. ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചോദിക്കണം കേട്ടോ. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ മറുപടി പറയാൻ പറ്റില്ല. ഒരുപാട് ഇമോഷണൽ ആവണ കാര്യങ്ങളൊന്നും ചോദിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഇമോഷണൽ ആവാണ്ട് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണത്. അപ്പം ഞാൻ ഇന്ന് വീഡിയോ വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഞാൻ ആലോചിച്ച് എപ്പോൾ നോക്കിയാലും കഞ്ഞി വെച്ച് ഞാനിത് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് പറയണേക്കാളും നല്ലത് എൻ്റെ ഓഡിയൻസിന് ചിലപ്പോൾ കേൾക്കാനായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ആയിട്ട് റിലേറ്റായ കാര്യങ്ങൾ കേൾക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ ഞാനപ്പോൾ ഇന്ന് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഇപ്പോൾ കുറച്ച് റിലേറ്റായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതിനിപ്പോൾ വ്യൂസ് വരുമോ എന്നുള്ളത് നോക്കണം ഈ വീഡിയോയിൽ. പിന്നെ നിങ്ങളുടെ കമൻസ് ഞാൻ നോക്കും, കമൻസ് ഇടുന്നതും നോക്കും. അതൊക്കെ അനുസരിച്ചിട്ട് ഇതേപോലെ ഇനിയിപ്പോൾ എൻ്റെ ഓരോ സ്റ്റോറീസും ആയിട്ടായിരിക്കോട്ടെ ഇനിയുള്ള വീഡിയോസ് ലോങ് വീഡിയോസിൽ അങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ ആലോചിക്കണം. ഈ മനസ്സിൽ ഈ വിഷമങ്ങൾ ഇങ്ങനെ തിങ്ങി കിടക്കണതുകൊണ്ടാണ് ഒരു പ്രശ്നം എനിക്ക് മുഴുവനാക്കി തീർക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പം തന്നെ ഇങ്ങനെ സങ്കടം വരും. അങ്ങനത്തെ ഒരു പ്രകൃതം ഉണ്ട്. ഇപ്പോഴായി പിന്നെ അങ്ങനെ ഒരു ഇത് പെട്ടെന്ന് ഇമോഷണലാവും. അപ്പുറം നിൽക്കണ ഒരാളോട് എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാര്യം എന്തെങ്കിലും പറയാനായിട്ട് പോയാൽ പോലും എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും എനിക്ക് കരച്ചിൽ വരും. അതൊരു ബാഡ് ക്വാളിറ്റിയുമാണെന്ന് തോന്നാറുണ്ട് എനിക്ക് പലപ്പോഴും. അങ്ങനെ നമ്മുടെ കഥകൾ ഇപ്പോൾ പലകാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യണ്ട. ഇനി കഥകൾ കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് വന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പണികളൊക്കെ അടുക്കളയിൽ ഏകദേശം കഴിഞ്ഞ് എൻ്റെ കഥയും കഴിഞ്ഞ് ഇനിയിപ്പോൾ പോയി ഞാൻ കുളിച്ച് റെഡിയായി മാറി വരാം ഗൈസ്. അപ്പോൾ റെഡിയായി വന്നപ്പോഴേക്കും നമ്മളുടെ മോൻ്റെ ചെരുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കണുണ്ട് കേട്ടോ. അങ്ങനെ ചെറുതിൽ മുതൽ ഞാൻ അങ്ങനെ സ്വയം പര്യാപ്തതാക്കണോണ്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തോളൂ. കാലത്ത് തന്നെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നല്ല മിടുക്കനായിട്ട് ചെരുപ്പൊക്കെ തുടച്ചുകൊണ്ടിരിക്കേണ്ട. ഇനിയിപ്പോൾ ചോറൊക്കെ ഇനിയിപ്പോൾ ആക്കി വെക്കണം. നമ്മുടെ ചോറൊക്കെ വേവിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാനൊക്കെ പോയതേ. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലാക്കേണ്ട ചോറൊക്കെ എടുത്ത് വെക്കേണ്ട. മിക്കൂനപ്പോൾ പ്രത്യേക ചെറിയ കറികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മിക്കൂസ് സമ്മതിക്കുള്ളൂ കറി വെക്കാനായിട്ട്. ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മിക്കൂന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്നിപ്പോൾ ചെമ്മീനും മുട്ടയൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രത്തിലോട്ടാക്കാണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇത്രയും ലോങ് വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് ചില നേരങ്ങളിലൊക്കെ പരസ്പര ബന്ധമില്ലാണ്ട് പല സമയത്തിലും പല വർത്തമാനങ്ങളും ഡൈവേർട്ട് ചെയ്ത് പോകണത് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലാഗടിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുറച്ച് ജീവിതത്തിൽ തലങ്ങളിലോട്ട് പോയിട്ട് പിന്നെ ഞാൻ തിരിച്ചിങ്ങനെ വന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ മിക്കൂസ് റെഡിയായി എല്ലാം കഴിഞ്ഞിട്ട് മിക്കൂസ് ഇറങ്ങേണ്ട. ഞാനും ഇനിയിപ്പോൾ ഏകദേശം മുടിയൊക്കെ ഒന്ന് വാരി കെട്ടിയിട്ട് ഒതുക്കി പോകാൻ പോവാണ്. ഞാനിന്നിപ്പോൾ തല കുളിച്ചിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഒരു നല്ല മുടിയാണെന്നുണ്ടെങ്കിലും ഒന്നും അടങ്ങി ഒതുങ്ങി ഒരുത്തിരിക്കില്ല. അപ്പോൾ ആ മുടിയൊക്കെ ഒന്ന് ഒരുവിധം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചോറൊക്കെ എടുത്ത് വെച്ച് ഇന്ന് ഉപ്പുമാവായിരുന്നു കേട്ടോ. ഉപ്പുമാവും ഇന്നലത്തെ ഇറച്ചിക്കറിയുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചട്ടിയിൽ കുറച്ച് മൂട്ടിൽ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. അതാണ് സത്യാവസ്ഥ. അപ്പോൾ അത് മുഴുവനും ഞാൻ വടിച്ച് നമ്മുടെ ഉപ്പുമാവും പാത്രത്തിലോട്ട് ഇടേണ്ട. ഉപ്പുമാവും ലാസ്റ്റ് പീസായിരുന്നു, കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് ഇതെല്ലാനൊക്കെ വടിച്ച് തൂത്തിട്ടിട്ട് പാത്രമൊക്കെ കഴുകാൻ അമ്മച്ചിക്ക് കൊടുത്തിട്ട് ഞാനിത് മുഴുവനൊന്ന് വെടിപ്പാക്കി വൃത്തിയാക്കിയൊക്കെ തിന്നണ്ട. അപ്പോൾ എല്ലാ ചട്ടിയും കാലും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പോണത്.
ഇനിയിപ്പോൾ അത് ഇവിടെ ഇരുന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. അമ്മച്ചിക്കാണെങ്കിൽ ഒന്നുമില്ല, ഞാൻ പോയി കഴിയുമ്പോൾ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞാലും പാത്രം വേണ്ടേ. അപ്പോൾ ഒത്തിരി പാത്രം അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ അതും കഴിക്കൊണ്ട് അമ്മച്ചി നിന്നോളൂ. അങ്ങനെ നമ്മുടെ ഇന്നലത്തെ ഉണക്കാൻ വെച്ച തേങ്ങയൊക്കെ എടുത്തിട്ട് ടർപ്പായലൊക്കെ വിരിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതേ മുകളിൽ വന്നിരിപ്പുണ്ട് കേട്ടോ കാക്ക, അമ്മ കാക്ക. അവിടെ നിന്ന് കാക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തലയും കൊണ്ടുപോകും. വീഡിയോ ഒരുപാട് ലാഗായ ഇല്ലേ എന്നുള്ളൊരു പിടുത്തം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. അത് കേട്ടോണ്ടിരിക്കണേ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ലാഗായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ പുതിയ കഥകളും പഴയ കഥകളൊക്കെ കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിനോട് ചോദിക്കുകയും വേണം, പറയുകയും വേണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് എൻ്റെ കഥകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.